ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. ഭയങ്കര ലൈറ്റ്, ഐ ആം വെരി സോറി. രാവിലെ എണീച്ചപ്പോൾ തന്നെ കണ്ട വീഡിയോ നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു വോൾക്കാനിക് ഇറപ്ഷനാണ് ഞാൻ കണ്ടത്. ആ ഇറപ്ഷനിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് പുള്ളിയെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇങ്ങനത്തെ ഒരു അലിഗേഷൻ പറയുമ്പോൾ ആരായാലും ഞാൻ എപ്പോഴും പറയാം, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ വി ഗെറ്റ് വെരി ഡിഫെൻസീവ് എന്നല്ല, നമ്മൾ പൊട്ടിത്തെറിയും. അതായത് നമ്മൾ ചെയ്യാത്ത കാര്യമാണ്. അതായത് നിങ്ങൾ സാധാരണക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ നീ മോട്ടിച്ചല്ലടാ എന്ന് പറഞ്ഞിട്ട് മോട്ടിക്കാത്ത ഒരുത്തിൻ്റെ അടുത്ത് അത് തലയിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ റിയാക്ഷൻ ഞാൻ മോട്ടിച്ചില്ല എന്നല്ല, വേറെ പലതും ആയിരിക്കും. ആദ്യം പായും മൂവും മറ്റതൊക്കെ വരും, പിന്നെ ഇതാവും, ഭയങ്കര ദേഷ്യമാവും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി ഹീ ഗോട്ട് പിസ്ഡ് ഓഫ് ബിക്കോസ് ആർക്കായാലും അത് വരും. ആൻഡ് ഹി വാസ് വെരി ഇമോഷണൽ ഇൻ ദ വീഡിയോ. ആൻഡ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. കാശ് മേടിച്ച് സിനിമ റിവ്യൂ എന്ന് പറയുന്നത് എനിക്കതിൻ്റെ ലോജിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. സിനിമ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 500 രൂപ മാക്സിമം. നമ്മളിപ്പോൾ മറ്റേ ഐമാക്സ് അല്ലെങ്കിൽ മറ്റേ VIP സെറ്റപ്പിലൊക്കെ ലക്സ് പോലത്തെ സാധനത്തിലൊക്കെ ഇരുന്ന് സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 500 രൂപ ടു, ഇപ്പം ദുബായ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ്. അതായത് വെൻ യു കൺവേർട്ട് ദ കറൻസി ഇറ്റ്സ് എക്സ്പെൻസീവ്. അതായത് ഇവിടെ 75, 65, 55 ഒരു ടിക്കറ്റ് പ്രൈസ് വരുന്നത്, വിച്ച് ഇൻറ്റു 26 നോക്കിയാൽ അത് എത്ര രൂപ ആവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പുറം രാജ്യത്തുള്ള, പിന്നെ ഈ UK പോകുന്ന സമയത്ത് കുറച്ചും കൂടെ പൈസ കൂടുതലാണ്. പൗണ്ടിലും ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ഫുഡ് കഴിക്കണ കാശ് സിനിമയ്ക്ക് കാണണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നടക്കുന്ന കുറേ ആൾക്കാരും പ്രവാസി ജീവിതത്തിലുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന റിവ്യൂവും കാര്യങ്ങളിലൊക്കെയാണ് റിലേ ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് സിനിമ കാണുക എന്ന് പറയുന്നതൊരു വലിയൊരു എമൗണ്ട് മാറ്റി വയ്ക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളെ നാട്ടിൽ പിന്നെയും പിള്ളേർക്കുള്ളൊരു പോക്കറ്റ് മണി വെച്ച് നമുക്കൊരു ലോക്കൽ തിയേറ്ററിൽ ഒരു 150 രൂപയ്ക്കും നമുക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ വരുമ്പം അതില്ല. ഓക്കെ, അപ്പം ഈ പറയുന്ന റിവ്യൂ റിലേ ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടെ പ്രവാസികളാണെന്ന് ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ ഒരു സിനിമ ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ എനിക്ക് ദൃശ്യം വർക്കായില്ല. അതിന് എൻ്റേതായ റീസണുണ്ട്. അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് എടുത്ത് പറയണമെന്നുണ്ട്. ബിക്കോസ് വളരെ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ആൾക്കാർ അതിനെ കണ്ടിട്ട് ഞാൻ ഒരിക്കലും അതൊരു മോശപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. എനിക്കത് എൻ്റേതായ രീതിയിൽ നോക്കിയപ്പോൾ എനിക്കത് വർക്കായില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നതായിരിക്കും. പക്ഷേ സിനിമ എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അതായത് എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്കും ഇഷ്ടപ്പെടാം. ഒരു വലിയ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി കൗണ്ടാണ് ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി. അതായത് മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഞാൻ ഒറ്റയ്ക്കായി ഈ പറയുന്ന ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറയും എനിക്ക് എന്ത് ഫീൽ ചെയ്തു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാനിപ്പം ഈ പറയുന്ന സിനിമയും കണ്ട് വന്നിട്ട് ഇപ്പോൾ അശ്വന്തിൻ്റെയോ ബാക്കിയുള്ളവരെയൊക്കെ റിവ്യൂവും കണ്ട് ഈ പറയുന്ന പബ്ലിക് റെസ്പോൺസും കണ്ടിട്ട് എനിക്കൊരു വീഡിയോ ഇടാൻ പാടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പാടുമില്ല. വേണമെങ്കിൽ പറയാം കിടിലം പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. പക്ഷെ അതല്ലല്ലോ, നമ്മളേതായ ഇൻഡിവിജ്വാലിറ്റി ഒരു സാധനത്തിൽ കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉള്ളത്. മനസ്സിലായില്ലേ? എന്നെപ്പോലെ ചിന്തിക്കുന്ന വേറെ ആൾക്കാരും ഉണ്ട്, അവരത് കണക്റ്റ് ആവും. എനിക്കും അത്ര ഉള്ളൂ. എനിക്കൊരിക്കലും ഐ വിൽ നെവർ എനിക്കങ്ങനെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്യുന്നു, അത് കാണാൻ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളെ വിമർശിക്കുന്നു. അതായത് അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരുപാട് ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു വീഡിയോ ആയിട്ടിട്ട് അവർക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ പ്രോബ്ലമാറ്റിക് ആവും. മനസ്സിലായില്ലേ? അവരെ താഴ്ത്തി അടിക്കാൻ ആൾക്കാർ വരും. അല്ലാതെ വശം ഒരാളിപ്പോൾ ഒരു സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടൊരു മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നവൻ പറയണം കൂടാ അതാ പാടം. അവന്മാരൊക്കെ പറയുന്നതൊക്കെ വീഡിയോ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന മേക്കേഴ്സ് തന്നെ ചിലപ്പം ഇനി സിനിമ എടുക്കൂല. അതാണ് ആ ഒരു അവസ്ഥ. നിങ്ങൾ അവരെയൊക്കെ വായിരിക്കുന്നത് കേൾക്കണം. അപ്പോൾ വേറൊരു കാര്യം എനിക്ക് സിനിമാക്കാരത്ത് പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന എല്ലാ പടങ്ങളും നാട്ടുകാർ ഹിറ്റാക്കി തരണം എന്നുള്ള ഒരു നിർബന്ധത വെക്കരുത്. ബിക്കോസ് എത്രയോ വർഷങ്ങളായിട്ട് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടല്ലോ. ഈ ലോകത്തെ ഇറങ്ങിയ എല്ലാ സിനിമകളും മെഗാ ഹിറ്റാകണമെന്ന് നിങ്ങൾ നാട്ടുകാരെ കൊണ്ടങ്ങ് പറയിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ ഹിറ്റാക്കി വേണം, നമ്മൾ കഷ്ടപ്പെട്ടതാ, നമ്മൾ ബുദ്ധിമുട്ടിയതാ, നമ്മൾ കാശ് സ്പെൻഡാക്കിയതാ എന്ന് പറയണോ? അപ്പോൾ ആൾക്കാർ കേൾക്കണോ?
അത് കൊള്ളാമല്ലോ, അതെന്ത് ലോജിക്കാണത്? സിനിമയിൽ ലോജിക്ക് നോക്കണ്ട, ഈ റിയാലിറ്റിയിൽ നോക്കണമല്ലോ. ഈ ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന കാശും സമയവും ഒക്കെ അവർക്ക് പ്രിയപ്പെട്ടതാണ്. അവരെ സമയം വേസ്റ്റാക്കുന്നൊരു സിനിമ നിങ്ങൾ അവർക്ക് തിരിച്ചാൽ സമയം കൊടുക്കൂ. കാശ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അവരുടെ ടൈമോ അവരെടുത്ത എഫേർട്ട്, ആ ഒരു ഫാമിലി ആയിട്ടാണ് ആ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ അവരെ ചിലവ്, അതൊക്കെ എന്താ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നല്ല പടങ്ങളും മോശപ്പടങ്ങളും റിയാലിറ്റിയാണ്. എല്ലാ സിനിമകളും ചിലപ്പോൾ ആ മേക്കറിന് ആ സിനിമ ഗംഭീരമായിരിക്കാം എന്ന് വെച്ച് ആ പടം എല്ലാ നാട്ടുകാരും അത് ഏറ്റെടുത്ത് അവർക്ക് നിങ്ങൾ മുടക്കിയ കാശ് തിരിച്ചു തരണം എന്ന് പറയുന്നത് ഒരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എത്രയോ ആൾക്കാർ ബിസിനസ് പൊട്ടാറുണ്ട്. അവർ അമിതമായ പ്രതീക്ഷയും ഒരു നീഷ് മാർക്കറ്റിങ്ങും മറ്റേ റിസർച്ചൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. എന്നിട്ട് വരെ പൂട്ടി പോകുന്ന ബിസിനസ്സുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ റിലേ ചെയ്യുന്നതൊരു മാസ് ഓഡിയൻസിനെയാണ്, അല്ല നിങ്ങൾ റിലേ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വലായ ഒരു റിവ്യൂവറിനെ അല്ല. മനസ്സിലായി? നിങ്ങൾ സിനിമ എടുക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾ സിനിമ എടുക്കുന്നത് ഒരു ഹോൾ ലോട്ട് ഓഫ് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും OTT പടവും തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയും. തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമ ഒരിക്കലും ഒരു OTTയിൽ നമുക്ക് ആ ഒരു ഹൈ കിട്ടൂല. ഇപ്പോൾ കറുപ്പ് നമുക്ക് ആ ഒരു സൂര്യയുടെ ഫാൻസും ആ ഒരു അറ്റ്മോസ്ഫിയറിലും നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബും ആ ഒരു എനർജിയിൽ നിന്നും നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചെറിയ ഡിസ്പ്ലേയിലോട്ട് വന്ന് നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ഒരു സിനിമയ്ക്ക് കിട്ടത്തില്ല. മൈക്കോ ആണല്ലേ ഇടേ, തന്നെ തോന്നുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളതാണ്, ഇപ്പം ഈ പറയുന്ന കോക്കിനെതിരെ നിങ്ങളിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് വിട്. നിങ്ങളൊന്നും ഒരു കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ, ഉണ്ണി, കോക്ക്, തിരുവനന്തപുരം, സുധീഷ് ചേട്ടൻ, അശ്വിൻ ചേട്ടൻ, ഇവരെയൊക്കെ ചേട്ടാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, എന്തോ മനസ്സിൽ എനിക്കൊന്ന് ഒരു സീനിയോറിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ചേട്ട വരുന്നത്. പിന്നെ നമ്മുടെ ആദിത്യനായിക്കോട്ടെ, സീക്രട്ട് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എനിവൺ, നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു രൂപ ഒരുത്തൻ്റെ എന്ന് ഒരു സാധനം മേടിച്ചിട്ട് റിവ്യൂ ഇട്ടു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത ദിവസം തീർന്ന് ആ ചാനൽ, ഞാനൊക്കെ ചാനലിൻ്റെ വിട്ടി അങ്ങ് വീട്ടിൽ പോവാം. അവരതിനെ ആഘോഷിക്കും. പക്ഷെ ആ ഒരു സംസാരം വൈഡ് സ്പ്രെഡായിട്ട് പടരും, വൈൽഡ് ഫയറായിട്ട് 100% ഉറപ്പ്. നിങ്ങളൊന്ന് തലയിൽ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. 1 രൂപ, 1 ലക്ഷമൊക്കെ വിടും, 1 രൂപ മേടിച്ചിട്ട് ശരി ഞാൻ പോസിറ്റീവായിട്ട് സിനിമ ഇടാം, ഞാൻ നെഗറ്റീവ് പറയാം എന്ന് പറയുന്ന ഒരു സാധനം. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും ബാങ്ക് ട്രാൻസ്ഫർ ലോകത്തിലാണ്. ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, മറ്റേ കള്ളപ്പണമായിട്ടൊക്കെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് വന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എൻ്റെയൊക്കെ അണ്ടർ സർവൈലൻസ് ആണ് ഞാനൊക്കെ ഇൻകം ടാക്സിൻ്റെ മറ്റേ ആ റെയ്ഡിന് ശേഷം. അതുകൊണ്ട് എല്ലാം ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഞാനും പറയാണ്, കാനറ ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ആണ് എൻ്റെ ബാങ്ക്. പിന്നെ ഒരു ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, അതിൻ്റെ കാറിൻ്റെ ലോൺ എടുത്തേക്കണ ആ ബാങ്കിൽ നിന്നാണ്. ആ വഴി അതൊരു സൈഡിൽ കൂടെ അത് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. എൻ്റെ പൈസ പറഞ്ഞത് ഈ പറഞ്ഞ 2 ബാങ്ക്. നിങ്ങൾക്ക് വിത്ത് ഒരു ഇത് തരെയാണ് ഞാൻ. നിങ്ങൾ അതോറിറ്റീസായിട്ട് പോകുന്നത്, നിങ്ങൾ പരിശോധിച്ചോ ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനിയിലെ കാശ് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്ക്. ഞാൻ പറയാം, കയ്യിൽ നിന്ന് മേടിക്കുന്നത് നിങ്ങൾ വിടുക. അത് പഴയ കാലത്തെ 1942 പരിപാടിയൊന്നും ഇനി അങ്ങനെയൊന്നും നടക്കൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമായിരുന്നു. പറ്റും, അതൊക്കെ നടക്കണ കൊണ്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മളെ കേസിൽ നടക്കൂല. ഞാൻ പറയും, നമ്മളെ കേസിൽ 1 രൂപ ഒരാൾ മേടിച്ചെന്ന് പറഞ്ഞാൽ അന്ന് തീരും ആ ചാനൽ. നിങ്ങളൊന്ന് ഇപ്പം തന്നെ ഒന്നുമില്ലാതെ മറ്റേ അതിരടി സിനിമ PR ആണ്, ചുമ്മാ അങ്ങ് പറയുക, ഇവൻ കാശും മേടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണം. എന്ത് പ്രൂഫിലാണ് നിങ്ങളത് പറയുന്നത്? എവിടെ നിങ്ങൾ ഇതിൻ്റെ പ്രൂഫ് കാണില്ലടേ? ഒരു നാൾ ചോദിക്കണം, നീ കള്ളനാണെന്ന്, ഈ കള്ളനല്ലാത്തൊരു തന്നെ നീ കള്ളനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സത്യം പറഞ്ഞാൽ മൂക്കി ഞാൻ വെച്ച് ഇടിച്ചു തരും. എൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ വന്നിട്ട് നീ കാശ് മേടിച്ചല്ലേ, എത്ര രൂപ കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മച്ചിയാണ് റിയാക്ട് ചെയ്യണ വേറെ ലെവലായിരിക്കും. ബിക്കോസ് നമ്മൾ ചെയ്യാത്തൊരു സാധനത്തിന് നമ്മുടെ തലയിലോട്ട് അടിച്ച് വെച്ച് തരിക എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു വൃത്തികെട്ട ഒരു സാധനം ഈ ലോകത്തില്ല. നീ കൊല ചെയ്യാത്തൊരുത്തൻ്റെ നീ കൊല ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനങ്ങ് പ്രൂവ് ചെയ്യുക. അതായത് ഒരു നരേഷൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ഇവരിങ്ങനെയാണ്, നിങ്ങൾ കാശ് മേടിച്ചിട്ടാണിത് ചെയ്യുന്നത്, ഇവന് 10 കിട്ടി, 15 കിട്ടി, 20 കിട്ടി എന്ന് പറയുന്ന വൃത്തികെട്ട അലിഗേഷൻസ്. അപ്പോഴാണ് ഞാൻ ഈ നരേഷൻ ഇതൊക്കെ അടിച്ചങ്ങ് തലയിൽ വെച്ച് തരുക. ഇവ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, ഇവ ഇങ്ങനെയാണ്, ഇവൻ കാശ് മേടിച്ച്, അവൻ്റെ അളിയനാണ് എനിക്ക് കാശ് തന്നത്. അത് ഈ കമൻ്റ് ഇട്ടവൻ്റെ അളിയനും
മറ്റേ മച്ചാനും കൂടെയാണ് വന്ന് എനിക്ക് കാശ് തന്നത്. എനിക്ക് ആരും തന്നിട്ടില്ല. പക്ഷെ അവന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യും. ₹1 ഞാൻ എത്ര പറയണു, നിങ്ങൾ പ്രൂവ് ചെയ്യും. ₹1 എനിക്കാണ് ഈ സിനിമയുടെ കേസിൽ അങ്ങനെ കാശ് മേടിച്ച് അങ്ങനെ ഒരു സാധനം ചെയ്യേണ്ട ഒരു ഗതികേട് എനിക്കിതിനായിട്ട് വന്നിട്ടില്ല. മനസ്സിലായില്ല? ഞാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പോകണമായിരുന്നെങ്കിൽ ഞാൻ അന്ന് ആ ചെയ്യുന്ന അന്നും കൂടെ അതായിരിക്കും എൻ്റെ അവസാനത്തെ വീഡിയോ. ബിക്കോസ് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഇവരൊക്കെ തന്നെ ഇത് ലീക്ക് ചെയ്ത് നമ്മളെയൊക്കെ പൂട്ടിക്കും. അതവർക്ക് പറ്റുന്നില്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് നിങ്ങളൊക്കെ ഈ കാണുന്നത്. ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയാം, എൻ്റെത് വിട്. ബിക്കോസ് ഞാൻ എല്ലാ സിനിമകളും കാണാറില്ല, അതായത് തിയേറ്ററിൽ പോയി കാണാറില്ല. എല്ലാ സിനിമകളും കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ പടവും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഡെർബി പിന്നെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടു. ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിക്കണം, ഈ ഉണ്ണിയും കോക്കും അശ്വിൻ ചേട്ടനെയൊക്കെ എങ്ങനെ ഇതൊക്കെ ഇരുന്ന് തിയേറ്ററിൽ കണ്ടെന്ന്. ബിക്കോസ് എനിക്കത് കണ്ടു തീർക്കാൻ പറ്റാറില്ലായിരുന്നു. ഞാൻ ഒരു സ്പെസിഫിക് പടത്തിനെ പറ്റിയല്ല പറഞ്ഞു, ഒരുപാട് പടങ്ങൾ ഇതുപോലെ ഉണ്ട്. എനിക്കത് കണ്ട് ഒരു ഫുൾ ലെങ്തി ഇരുന്ന് കാണാൻ പറ്റാത്ത സിനിമ. ഞാൻ ചിലതൊക്കെ ഒരു പകുതി 20 അരമണിക്കൂറൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് എനിക്ക് വയ്യ സമയം കളയാൻ എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്തും. ഇങ്ങനത്തെ പടങ്ങളുണ്ട്. ഇങ്ങനത്തെ പടങ്ങൾ റിയാലിറ്റിയാണ്. സോ ഹൗ ഡു യു എക്സ്പെക്ട് പീപ്പിൾ ടു വാച്ച് മൂവീസ്? നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ദർ ഈസ് OTT പടം ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് പടം. ആൾക്കാർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമകളിലോട്ടാണ് അവർ തിയേറ്ററിലോട്ട് കാശിടുന്നത്. അല്ലാത്തവർ ദേ വിൽ വെയിറ്റ് ഫോർ ഇറ്റ് ടു റിലീസ് ഓൺ OTT. ഇറ്റ് ഈസ് എ ഹാർഷ് റിയാലിറ്റി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ എന്തിനാണ് OTT തുറന്ന് വെച്ചേക്കണം? വെറുതെ കാണാനോ? ആൾക്കാർ ഈ സബ്സ്ക്രിപ്ഷനും വലിയ വിലയൊക്കെ കൊടുത്തിട്ട് ഇതിനിട്ടേക്കുന്നത് OTTയിൽ ഇറങ്ങുമ്പോൾ കാണാൻ തന്നെയല്ലേ. അതേ ആൾക്കാർ ചെയ്യുന്നുള്ളൂ. ചില ആൾക്കാർക്ക് ഈ പറയുന്ന ആൾക്കാരുടെ വേർഡ് ഓഫ് മൗത്ത്, ഞാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഫാക്ടേഴ്സ്. ഈ പറയുന്ന മാർക്കറ്റിംഗ് മെറ്റീരിയലിന് ഇതുണ്ട്. ഞാനൊക്കെ സിനിമ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു മേക്കറിൻ്റെ പേരായിരിക്കാം, നടൻ്റെ ഒരു പേരായിരിക്കാം, ഒരു പക്ഷേ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഇതായിരിക്കാം, ട്രെയിലർ കണ്ടിട്ടായിരിക്കാം, പല ഫാക്ടേഴ്സും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാ പടങ്ങളും കാണാറില്ല, തിയേറ്ററിൽ പോയി കാണാറില്ല. ഞാൻ ഈ ഇടയ്ക്ക് പക്ഷേ കണ്ട നല്ലൊരു പടമുണ്ട്, ദൃഢം എന്ന് പറഞ്ഞിട്ട്, ഷെയ്ൻ നിഗത്തിൻ്റെ. പക്ഷേ എനിക്കത് ഇടാനുള്ള സമയവും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ. ഐ ലൈക്ക് ദാറ്റ് മൂവി. അല്ല, ആകെ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാടകീയതായിരുന്നു എൻ്റെ ഡയലോഗ് ഡെലിവറി അങ്ങനെയൊക്കെ. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് വാസ് എ ഗുഡ് മൂവി. ഇത്ര നല്ല പടങ്ങളെ നിങ്ങൾ ഹിറ്റാക്കാറില്ലല്ലോ നിങ്ങൾ. ഞാൻ എവിടെയും പറയും, ഭരതനാട്യം മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറേണ്ട പടമായിരുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ. അതെന്തു പറ്റി? അതൊരു 70-60 ഒന്ന് അവസാനിച്ച്. ഇറ്റ് ഡിസേർവ്ഡ് 100 crore ബിക്കോസ് അത്രയ്ക്ക് നൈസ് പടമായിരുന്നു. ആ പടം ഹിറ്റാക്കിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എത്തി തെളിയാൻ പറ്റൂ? അല്ലെങ്കിൽ അങ്ങനെ ഹിറ്റായി, പക്ഷേ ആ ഒരു കോടിയിലോട്ട് 100 കോടി ആക്കിയില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ വല്ലതും പറയാൻ പറ്റൂ? അവരുടെ ചോയ്സ് അല്ലേ ഇത്? എല്ലാ ആൾക്കാരുടെ ചോയ്സ് തന്നെയല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ബേസ്ലെസ് ആയിട്ടുള്ള ഈ അലിഗേഷൻസ് പലരെന്ന് നിർത്തുക. നിങ്ങളുടെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ് ആൻഡ് നിങ്ങൾ എടുത്ത് വീശി കൊല്ലി. ഞാനും പറയണം, ഞാൻ നിർത്താം. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളത് പ്രൂവ് ചെയ്താൽ ഞാൻ നിർത്തും. എത്രയോ മില്യൺ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കിട്ടുന്ന ചാനലാണ്, ഞാൻ നിർത്തും ഈ സാധനം. അമ്മച്ചിയാണ് ഡിലീറ്റ് ചെയ്യും. ₹1 ഇവരെ എന്നൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഈ സാധനം ഇടണമെന്ന് പറയുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഞാൻ ഈ സാധനം ആ ധൈര്യമായിട്ട് ഞാൻ പറയാം, ഡിലീറ്റ് ചെയ്തിട്ട് ഓടിഞ്ഞായി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പറയുന്നവരത്തൊക്കെ അലിഗേഷൻസ് നിർത്തുക, വിത്ത് പ്രൂഫ് വരിക, കാണിക്കുക, അവരെയൊക്കെ പൂട്ടിക്കുക. നമുക്ക് നിയമം തന്നിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാൻ പറയാം, അതിൽ കുറേ പേർക്കൊക്കെ കുറച്ച് അത് അവരെ ഇഷ്ടമാണ്, അവരെങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യണ്ടെന്നൊക്കെ എനിക്കും തോന്നാറുണ്ട്. ചില സമയത്തൊക്കെ ഇവർ കഥ മൊത്തം പറയാറുണ്ട്, അല്ലെങ്കിൽ സീൻസ് പറയാറുള്ളത്. എനിക്ക് ഞാൻ ഇവരടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തുണ്ട് എങ്ങനെ പറയണമെന്ന്. ബിക്കോസ് നമുക്ക് അങ്ങനെ സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത്. നമ്മളത് പറയാറുമുണ്ട്. ചിലതൊക്കെ അവർ ഓക്കെ അത് ശരിയാണ് എന്ന് പറയാറുമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം. അതർ ദാൻ ദാറ്റ്, please don't come with baseless allegations saying that this person has buy ഇത്ര പൈസ അത്ര പൈസ. അത് 1 ലക്ഷം രൂപയൊക്കെയാണ്. എൻ്റെ പൊന്നു ബ്രോ, സീരിയസ്ലി നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും ഈ പറയണ 1 ലക്ഷം രൂപ. ഒരു സാധാരണക്കാരന് ജീവിക്കാൻ അത്രയും മതി. ഞാൻ പറയും, നമ്മുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതാവുന്നത്. നമുക്ക് കോടികൾ വേണം, നമുക്ക് വലിയ വീട് വേണം, വലിയ ബെൻസ് വേണം, BMW വേണം, നമുക്ക് ബിസിനസ് വേണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് യെസ് ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ലുക്ക് അതർ വൈസ് ഓൾസോ. യൂട്യൂബിൽ നിന്ന് മാത്രം നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിൽ നിങ്ങൾക്കൊരു വാടക വീടോ അല്ലെങ്കിൽ ഒരു EMI ഒക്കെ അടിച്ചു പോകും.
നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, നിങ്ങൾക്ക് മേടിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. ആ ലെവൽ ഓഫ് കാശ് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ മറ്റേ ഭയാനക കിടിലമാണ് ആ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. മനസ്സിലായില്ലേ? എൻ്റെ ഈ ചാനൽ എനിക്ക് തോന്നുന്നത് ഒരു ഫ്ലക്ച്വേഷനാണ്. ഒരു $1,200 to $2,000 റേഞ്ചിലാണ് വരുന്നത്. അത് എല്ലാ വർഷവും എല്ലാ മാസവും എനിക്ക് 2,000 3,000 വാലിഡായിട്ട് കിട്ടൂല. ഇതിങ്ങനെ വേരിയേഷൻ ചെയ്തുകൊണ്ടിരിക്കും. 1,200 to 2,000 ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഈ പ്രൈസാണ് എനിക്ക് എൻ്റെ ഈ ചാനലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞ് ഇതിൽ നിന്നും കൂടുതലൊക്കെ ഉണ്ടാക്കാം. ഈ പറയുന്ന എല്ലാ സിനിമകളും കണ്ടിട്ട് ചുമ്മാ വന്ന് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഇനിയും കയറും. ഞാൻ എടുക്കാത്തതാണ്, അതിൻ്റെ ആവശ്യം എനിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ബട്ട് ഓൾ ഐ വോണ്ട് സേ ഇസ് ദാറ്റ് പ്ലീസ് ബെയർ ഇൻ മൈൻഡ്. ഈ പറയുന്ന നിങ്ങൾ നല്ല നല്ല പടങ്ങളിനെ നല്ലതെന്ന് പറയുന്നില്ലേടേ? ഈ പറയുന്നവരൊക്കെ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതും വരാറുണ്ട്. ഒരേ സ്വരത്തിൽ കൊള്ളൂല എന്നും പറയുന്നുണ്ട്, ഒരേ സ്വരത്തിൽ കിടിലമെന്ന് പറയുന്ന പടങ്ങളില്ലേ? എന്തുകൊണ്ട് അത് നിങ്ങൾ കാണുന്നില്ല? നല്ലതിനെ അല്ലെങ്കിൽ ഹൈ കിട്ടിയ പടങ്ങൾ ഹൈ കിട്ടി എന്ന് പറയുന്ന ജനം ഉള്ള ഒരു രാജ്യമല്ലേ നമ്മളത്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, പ്ലീസ് ട്രൈ ടു ലേൺ ഫ്രം സർട്ടൻ ക്രിറ്റിസിസം. മനസ്സിലായില്ലേ? ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലും മനസ്സിലാവും. ഡയറക്ഷൻ്റെ പ്രശ്നമാണോ, ബഡ്ജറ്റ് ഇല്ലായ്മയാണോ, ഈ എന്തൊക്കെ നമുക്ക് എനിക്കൊക്കെ പിന്നെ കുറച്ചും കൂടെ അതിൽ വർക്ക് ആ ഒരു ഫീൽഡിലൊക്കെ നിന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ട് എനിക്കറിയാം ഇത് ഓക്കെ ഇതെങ്ങനെയാണ്, അത് അങ്ങനെയാണ്, ഇത് അതിൻ്റെ പ്രശ്നമായിരിക്കണം എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മൾ അവിടെ നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് ലൈക്ക് ഐ സെഡ്, നമുക്കൊരു ആസ്വാദന രീതി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി മാറുന്നത്. നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന നാട്ടുകാരെയാണ്. ഇപ്പോൾ പൃഥ്വിരാജ് ഒരു ദിവസം വന്ന് പറഞ്ഞത് ഒരു അയാളുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അയാളുടെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സിനിമ കണ്ടിട്ട് ഞാനും പറയാറുണ്ട്, എൻ്റെ വീഡിയോ നിങ്ങൾ മറ്റേ സിനിമ കാണുന്നതിന് മുന്നേ കാണുന്ന ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ട് വന്ന് നിങ്ങൾക്ക് കാണാം, എനിക്കൊരു വിഷയവുമില്ല. നമ്മൾ അങ്ങനത്തെ യു ഹാവ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഈ സാധനം ഈ ആൾക്കാർ ഇത് കണ്ടിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. അത് ചിലവർ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ആ നേരത്തെ ഘടകങ്ങളാണ്. എസ്പെഷ്യലി പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണം സിനിമ കാണാൻ. ചിലവർക്ക് പൈസ കൂടുതലാണ്, ആ പൈസ ഇടണോ, സമയം ഇടണോ, ഒരുപാട് പേര് ഇടം. എന്തുമാത്രം ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന നമ്മളെയൊന്നും അറിയേണ്ടത് ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ ജോലിയും അവരുടെ സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കേ അറിയാം അവർ സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെയുള്ള ആൾക്കാർ ഒരു പക്ഷേ 10 പേരെടുത്ത് ചോദിക്കും പടം നല്ലതാണോ എന്ന്. അല്ലാത്തവർ ഇതുപോലെ വീഡിയോ എടുത്ത് കാണും. യൂട്യൂബിൽ ആക്സസ് ഉള്ളവർക്ക് അത് അവരെ ഇഷ്ടമല്ലേ? അതിനെ എന്തിന് നമ്മൾ തടയണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഡോണ്ട് ബ്രിങ് ഔട്ട് അലിഗേഷൻസ്, ഇൻസ്റ്റെഡ് സോളിഡ് എവിഡൻസ് കൊണ്ടുവരിക. സോളിഡ്. ഇഫ് യു ഹാവ് ദ റെസീപ്റ്റ് ഓർ വാട്ട് എവർ, ഇന്ന ആൾ കാശ് മേടിച്ചു 5 പൈസ, ലക്ഷമൊക്കെ വിട്, 1 രൂപ കൊണ്ടുവാ, എക്സ്പോസ് ചെയ്ത് അത് എക്സ്പോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ പറയാറുണ്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നു, പൈസ കൊടുത്ത് അവിടെ നിന്ന് എഴുതിപ്പിക്കുന്നു, പൈസ കൊടുത്ത് റിവ്യൂ പറയുന്നു. എടാ, ബ്രിങ് ദം ഔട്ട്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു കുറേ എണ്ണം ഉണ്ടെങ്കിൽ, കാശ് കൊടുത്ത് ചെയ്യുന്നവന്മാരുണ്ടെങ്കിൽ കൊണ്ടുവാടേ, നല്ല കാര്യമില്ലേ? അങ്ങനത്തെ ഉള്ളവന്മാരെ എനിക്കും താല്പര്യമില്ല. ഈ പറയുന്ന പൈസ മേടിച്ചിട്ട് വന്നിരുന്ന് സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ നശിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാനും സ്ട്രോങ് ആയിട്ട് കണ്ടം ചെയ്യുന്നത്. ഐ ട്രൂലി സ്റ്റിക്ക് ടു യു ഗൈസ്. ഇതൊക്കെയാവന്മാരെ കാശ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്നവന്മാരെ പൊക്കുക, കൊണ്ടുവരിക, തുലയ്ക്കുക. എൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങളെല്ലുണ്ട് സിനിമാക്കാരുടെ അടുത്ത്. അല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് വന്ന് ഒരാൾ ഒപ്പീനിയൻ പറയണത്, ഞാൻ ആലോചിക്കും. ദൃശ്യം 3 ഞാൻ നെഗറ്റീവ് പറഞ്ഞു, എന്തെങ്കിലും ആ പടത്തിന് സംഭവിച്ചാൽ ഞാനാണ് ചോദിക്കുന്നത്. ബാക്കിയുള്ള ഈ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ആ പടം ഇഷ്ടപ്പെട്ടു, അത് വർക്കുമായി, കിടിലം പടം, പീക്ക് പടം എന്നൊക്കെ പറയുന്നത്. എൻ്റെ ആ ഒരു ഒറ്റ ഇതിൽ ഒരുമാതിരി ഭയങ്കര വ്യൂസ് കയറിയ ഒരു വീഡിയോ ആണത്. ആ പടത്തിന് എന്തെങ്കിലും പറ്റിയ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാനാണോ ഇത് തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ കോക്കാണോ ഈ സാധനങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? ദ പവർ ഇസ് അൾട്ടിമേറ്റ്ലി ടു ദ പീപ്പിൾ. പിന്നെ മറ്റൊരു ഫ്രാഞ്ചൈസിയാണ്, ഒരുപാട് വേറെ റീസൺസ് ഉണ്ട്. എന്നാൽ പോലും ഓഡിയൻസ് എത്രയോ പയ്യന്മാരും പെൺകുട്ടികളും റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടില്ല പടം എന്നൊക്കെ. സി ദാറ്റ്, ആ വേർഡ് ഓഫ് മൗത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ? ഇപ്പോൾ തന്നെ ആൾക്കാർ ഒരുപാട് പേര് അങ്ങനെ സിനിമ ഇറങ്ങി. ഞാൻ ഇപ്പോൾ വാഴ കണ്ടതിന് ശേഷമാണ് ഞാൻ അത് എവിടെയെങ്കിലും കാണുന്നത്. ഒരുപാട് പേര് വന്ന് അവരുടെ ഒപ്പീനിയൻസ് ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയൊക്കെ ചെയ്തോട്ടെ. അത് നിങ്ങളൊക്കെ തന്നെയല്ലേ ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളൊരു ത്രെട്ടേ അല്ല. ദ റിയൽ ത്രെട്ട്
ഇസ് ഇൻസൈഡ് ദ ഫിലിം ഇൻഡസ്ട്രി. അത് നിങ്ങൾക്കറിയാം, മനസ്സിലായില്ല? അത് ഞാൻ ഓപ്പൺലി ഒന്നും പറയണില്ല. ഫിഗർ ദോസ് തിങ്സ് ഔട്ട് ഫസ്റ്റ്. അതൊക്കെ നിങ്ങൾ ആദ്യം സോൾവ് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളവരുടെ തലയിലോട്ട് ഇട്. മനസ്സിലായില്ലേ? മേക്ക് ഗുഡ് മൂവീസ്. നല്ല പടമാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിനുള്ള അർഹത കിട്ടും. ഇറ്റ് ഇസ് ദ ഫാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ. ദൃശ്യത്തിൻ്റെ സാധനം ഞാൻ ഇടുന്നതായിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ അറിയാം എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അത് വേണം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി കമ്മിങ് സൂൺ, നോട്ട് എനി ടൈം സൂൺ. വൺസ് പടം ഒന്ന് ഇപ്പോഴത്തെ ഒരു ഹൈ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.